ചിന്തകളാണോ നിങ്ങളുടെ ശത്രു? എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ഓടിയെത്താറുണ്ടോ? എങ്കിൽ ആ ചിന്തകളെ മാറ്റി പുതിയൊരു രീതിയിലേക്ക് മാറാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന 5 ശീലങ്ങൾ നമുക്ക് നോക്കാം. ഈ 5 ശീലങ്ങൾ നിങ്ങൾ 30 ദിവസം പ്രാക്ടീസ് ചെയ്യുക. വളരെ ചെറിയ ശീലങ്ങളാണ്, പക്ഷെ ഈ ചെറിയ ശീലങ്ങൾ നമ്മളെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അവെയർ ദ തോട്ട്. എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുക. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയാതെ നമുക്ക് ആ ചിന്തയെ മാറ്റാൻ സാധ്യമല്ല, അല്ലെ? അപ്പോൾ പോസിറ്റീവ് അനുകൂല ചിന്തകളാണോ, പ്രതികൂല ചിന്തകളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താം. ഒരു ദിവസം നിങ്ങളുടെ ഉള്ളിൽ ഒരു അനുകൂല ചിന്ത വരുമ്പോൾ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം, 1 എന്ന നമ്പർ ഇട്ട് വെക്കാം. പ്രതികൂല ചിന്ത വരുമ്പോൾ 1 എന്ന നമ്പർ ഇട്ട് വെക്കാം. അങ്ങനെ നിങ്ങൾക്ക് അതിനെ വൈകുന്നേരം ആകുമ്പോൾ നോക്കാം, ആ ഒരു ദിവസം എനിക്ക് ഏത് തരത്തിലുള്ള ചിന്തകളാണ് കൂടുതൽ വന്നത്, അനുകൂല ചിന്തകളാണോ പ്രതികൂല ചിന്തകളാണോ, പോസിറ്റീവ് തോട്ട്സ് ആണോ നെഗറ്റീവ് തോട്ട്സ് ആണോ. അപ്പൊ എന്താണ്, എങ്ങനെയുള്ള ചിന്തകളാണ് എന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് അറിയലാണ് ശരിക്കും മാറ്റത്തിന്റെ ആദ്യ തുടക്കം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ ചിന്തയെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. കഴിയില്ല എന്നൊരു ചിന്തയാണെങ്കിൽ ഞാൻ ശ്രമിക്കുന്നു, മാറില്ല എന്നൊരു ചിന്തയാണെങ്കിൽ ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആ ചിന്ത എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ചിന്ത എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ റീപ്ലേസ് ചെയ്യാമല്ലോ. റീപ്ലേസ് ചെയ്യേണ്ട ചിന്തയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. മൂന്നാമതായിട്ടുള്ള പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഇത് നമുക്ക് ജീവിതത്തിന്റെ പല മേഖലകളിലും ഉന്നതമായ വിജയത്തിലേക്ക്, ഉന്നതമായ നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഓരോ നിമിഷവും നിങ്ങൾ ആ ഗ്രാറ്റിറ്റ്യൂഡിൽ തന്നെ നിൽക്കുക. നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, നല്ല നല്ല ചിന്തകൾ വരുമ്പോൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഒപ്പം ഒരു മോശമായ അനുകൂലമല്ലാത്തൊരു ചിന്ത വന്നാലും എന്തുകൊണ്ടാണ് എനിക്ക് ഈ ചിന്ത വന്നത്, അതിൽ നിന്ന് എന്ത് പാഠമാണ് എനിക്ക് കിട്ടുന്നത്, അത് നോക്കിയിട്ട് അതിനും എന്ത് കൊടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഡേ ഫുള്ളും നിങ്ങൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക. നാലാമതായിട്ട് സോഷ്യൽ മീഡിയ ലിമിറ്റ് ചെയ്യുക. ഒരുപാട് സമയം ഇങ്ങനെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്ത് കാണുന്നതിന് പകരം അതിനെ ലിമിറ്റ് ചെയ്യുക. മാത്രമല്ല, നമ്മൾ അതിൽ എന്താണ് കാണുന്നത് എന്നുള്ളൊരു വ്യക്തമായ ധാരണയും നമുക്കുണ്ടായിരിക്കണം. ഈ കാണുന്ന കാഴ്ചകൾ നമ്മളിൽ അനുകൂല ചിന്തകളാണോ വളർത്തുന്നത്, പ്രതികൂല ചിന്തകളാണോ വളർത്തുന്നത് എന്നതും നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മളിലേക്ക് വരുന്നത് തടയും. അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രസന്റ് മൊമെന്റിലേക്ക് വരിക, ഈ നിമിഷത്തിലേക്ക് വരിക. നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒക്കെ പോകുമ്പോഴാണ് നമുക്ക് ഗിൽറ്റും ഫിയറും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ നിമിഷത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ നിമിഷത്തിലാണ് നമുക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ഇടം കിട്ടുന്നത്. അപ്പൊ ഈ നിമിഷത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, ആക്ഷനിലായിരിക്കും. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രീതിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക. എപ്പോഴും പ്രസന്റ് മൊമെന്റിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ പ്രസന്റ് മൊമെന്റ് മനോഹരമാക്കിയാൽ മാത്രമാണ് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ല റിസൾട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രസന്റ് മൊമെന്റിലേക്ക് വരിക എന്നുള്ളത്. ഈ 5 ശീലങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ശീലിക്കാൻ കഴിഞ്ഞാൽ ഈ ചെറിയ ശീലങ്ങൾ നിങ്ങളെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.